ഹലോ ഗൈസ്, ഇതിൻ്റെ പുതിയ വീഡിയോ ആണ്. ഞാനിവിടെ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. മൈൻക്രാഫ്റ്റിൻ്റെ സർവൈവൽ സീരീസ് ആയിട്ടാണ് വന്നത്. ഇത് പാർട്ട് 1 ആണ്. ഞാനിവിടെ കുറേ സാധനങ്ങളൊക്കെ ചെത്തിയെടുത്തില്ലെങ്കിൽ കുറച്ച് ടോർച്ചും പിന്നെ കല്ലും മണ്ണൊക്കെ പൊട്ടിച്ച് ചെത്തിയെടുത്തതാണ്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ എത്ര സാധനങ്ങൾ എടുത്തു. പിന്നെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ തന്നെ എൻ്റെ ഹെൽത്ത് പോയി ചാടി അതിപ്പോൾ നമുക്ക് കുഴപ്പമില്ല, അത് തന്നെ കയറിക്കോളും. പക്ഷെ കയറണമെങ്കിൽ ഫുഡ് വേണം. ആദ്യം പന്നി, പിന്നെ കോഴി, ആട്, പശു, പന്നി, പാട് എല്ലാത്തിനെയും കൊന്ന്. ഇനി നമുക്ക് വേണ്ടത് ഒരു വില്ലേജാണ്. ഒരു വില്ലേജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണം. ഓക്കെ, അയ്യോ ഞാൻ ചത്തു. ഇതാണ് എൻ്റെ കുഴപ്പം. ഞാൻ എവിടെ നടന്നാലും ഞാനിങ്ങനെ അറിയാണ്ട് ചാടും. എന്നിട്ട് ചാടിയിട്ട് അങ്ങ് ചാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ എപ്പോഴും ചാടിയില്ലെങ്കിൽ ഒരു സുഖം കിട്ടൂല. അവിടെ ഒരു വില്ലേജ് ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അവിടെ ഇട്ടൊരു വില്ലേജ് കാണുന്നില്ലേ? ഇല്ലേ, അവിടെ ഒരു വില്ലേജ് ഇല്ലേ? ഉണ്ടോ? അവിടെ ഒരു വില്ലേജ് ഉണ്ട്. ഓക്കെ, നമുക്കങ്ങോട്ട് പോവാം. നമുക്കല്ല, എനിക്ക്. ഓക്കെ, ഞാനാണല്ലോ കളിക്കണേ. ശരിക്കും പറഞ്ഞാൽ വെറുതെ മറ്റേ ആടിനെ കൊന്ന് ഊളൊക്കെ എടുത്ത് ഞാൻ എന്തൊക്കെയോ കാണിച്ച്. ശരിക്കും പറഞ്ഞാൽ ഈ ബെഡൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് പോയാൽ മതി. തൽക്കാലം ഊളൊക്കെ ചെത്തിയെടുത്താലേ. അതുകൊണ്ട് ബെഡ് പൊട്ടിക്കുന്നില്ല. നമുക്ക് വില്ലേജിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. അപ്പുറത്ത് അയങ്കോല നിൽപ്പുണ്ടായിരുന്നു. അത് നമുക്ക് പിന്നെ കൊല്ലാം. ആദ്യം ഹേബയിൽ എടുക്കാം. പശുവിനൊക്കെ ഇത്രയും ബോധം ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് പൊട്ടിച്ച് അതും പൊട്ടിച്ച് എല്ലാം പൊട്ടിച്ച്. ഈ വീഡിയോ കുറച്ച് ലാഗടിക്കും, പക്ഷെ അത് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആദ്യമായിട്ടായതുകൊണ്ടല്ലേ കുറച്ച് ലാഗടിച്ചേക്കാം. പിന്നെ നമുക്കിനി അയൺ കണ്ടുപിടിക്കണം. അയൺ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് എന്നായിരുന്നു? അയൺ കണ്ടുപിടിച്ചിട്ട് ഇതിനകത്ത് തന്നെ ഉള്ളത് നോക്കട്ടെ കേട്ടോ. അയൺ കണ്ടുപിടിക്കണം. ഇതിനകത്ത് അയൺ ഉണ്ടാവും കേട്ടോ. ഇതിനകത്ത് ചിലപ്പോൾ അയൺ ഉണ്ടാവും. അയണുണ്ട്. അയൺ ലെഗിൻസ് ഉണ്ട്. അയൺ പാൻറ്റുണ്ട്. അയൺ ബൂട്ടുണ്ട്. 5 അയണും ഉണ്ട്. കുറച്ച് അയണും കൂടി കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊരു അയൺ ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം. പക്ഷെ അതിനൊരു വഴി ഞാൻ കണ്ടു. നമ്മൾ അയൺ കോല അവിടെ നിൽക്കണ്ടല്ലോ, അതിനെ തട്ടിയാൽ പോരെ. അപ്പോൾ അയൺ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയൺ കിട്ടും അതിൽ നിന്ന്. അയൺകോലത്തിനെ പോയി തപ്പണം. അയൺകോല ഇവിടെ എവിടെയെങ്ങാണ്ടോ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ കണ്ടതായിരുന്നു അയൺകോലത്തിനെ. അയൺകോല എവിടെയോ? അത് ഈ സ്ഥാനത്ത് നിന്ന് കൊള്ളട്ടെ കേട്ടോ. അതിനടിച്ചപ്പോൾ എൻ്റെ പിക്കാക്സങ്ങ് പോയി. പിന്നെ ഇത് ആദ്യത്തെ വീഡിയോ ഉണ്ട്, വലുതായിട്ടൊന്നും കാണത്തില്ല. അടുത്ത വീഡിയോയിലൊക്കെ ആയിരിക്കും കുറച്ച് നല്ല നല്ല സാധനങ്ങളൊക്കെ. കേവിലൊക്കെ പോയിട്ട് അയണൊക്കെ മൈൻ ചെയ്തിട്ട് പോർട്ടലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെയാണത്. ആദ്യം ഇവനൊന്ന് കൊല്ലട്ടെ. ആദ്യം അടിക്കണ്ടേ. അയ്യോ, ഇത്ര അടുത്തുനിന്ന് അടിക്കണ്ടായിരുന്നു. അയ്യോ 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 ചത്ത്. എന്തുട്ടാ
എന്താണ് ചെയ്യുന്ന പറയാ. എടാ ഞാൻ എന്നെ ശരിക്കും ചെയ്ത് ഞാൻ 4 ബ്ലോക്ക് ഹൈറ്റിൽ പണിതല്ലേ, പിന്നെ എങ്ങനെയാണ് അയങ്കോല എന്നെ അടിച്ച്? അതെന്തെങ്കിലും ആവട്ടെ, രാത്രിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. സൂര്യനൊക്കെ അസ്തമിച്ച് വരുന്നുണ്ട്. സൂര്യനൊക്കെ അസ്തമിച്ചു തുടങ്ങി. വില്ലേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ? വില്ലേജ് എവിടെയാണ് ചാൻസ് കൂടുതൽ? എനിക്ക് വില്ലേജ് ഇവിടെ ഏത് മൂലയ്ക്കാണ് വില്ലേജ് ഇരിക്കണേന്ന് കണ്ടുപിടിക്കാനാണ് കുറച്ച് പാടല്ല, എന്നാലും കുറച്ച് പാടാണ്. എനിക്ക് തോന്നുന്നു ഈ സൈഡിലായിട്ട് വില്ലേജ് ഉണ്ടെന്നാ. ഇവിടെയല്ലേ വില്ലേജിനെ കണ്ടേ? അല്ലേ, ഇവിടെ ഇല്ലല്ലോ. അവിടെ വില്ലേജ് ഉണ്ട്. അവിടെയാണ് നമ്മൾ വില്ലേജിനെ കണ്ടത്. അവിടെ വില്ലേജ് ഉണ്ട്. അയ്യോ ചെറുതായിട്ടും ചത്തിട്ടുണ്ട്. കുഴപ്പമില്ല, കാരണം രാത്രി ആയതുകൊണ്ടാണ്. രാത്രിയായി, ഇനി മോൺസ്റ്റേഴ്സൊക്കെ വന്നു തുടങ്ങും. നമ്മൾ പരമാവധി അവർ അയ്യോ ഒന്നും പറ്റിയില്ല, ഭയത്തിന് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല. പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളും പൊട്ടും. നമ്മൾ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചാവും. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. ശരിക്കും ഞാൻ വൈകാതെ തുണിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെയാണെന്ന് തോന്നുന്നു ഇവിടെ വില്ലേജ് ഇല്ല. അങ്ങോട്ട് പോയി നോക്കാം, എങ്ങടെങ്കിലും പോയി നോക്കാം. എങ്ങോട്ട് പോയിട്ട് വില്ലേജ് ഒന്ന് എത്തിയാൽ മതി. വില്ലേജ് ഒന്ന് എത്തിയാൽ മതി, പിന്നെ പ്രശ്നമൊന്നുമില്ല. വില്ലേജ് എത്തിയാൽ മതി, അതിനൊരു പ്രശ്നമില്ല. മറ്റേതാണ് ഇവിടെ അതൊരു പ്രശ്നമാണ്. അതൊരു പ്രശ്നമാണ്, മോൺസ്റ്റേഴ്സൊക്കെ ഉള്ളത്. അടിച്ചടിച്ച് മിക്കവാറും എന്നെ കൊണ്ടുപോകും. വില്ലേജ് ഒന്ന് എത്തിയാൽ മതി. വില്ലേജ് എത്തിയാൽ പിന്നെ സീനില്ല. അതെ ഞാൻ പറഞ്ഞാണ്, വില്ലേജ് എത്തിയാൽ പിന്നെ സീനില്ല. പക്ഷെ വില്ലേജ് ഇവിടെ നീന്തി പോയപ്പോഴല്ലേ ഞാൻ വില്ലേജ് കണ്ടേ. വില്ലേജ് അവിടെ ഉണ്ടാവും കേട്ടോ. വില്ലേജ് ഇവിടെ ഉണ്ടാവും. എടാ സ്കെൽട്ടൻ നിൽക്കണം. കൊണ്ടുപോയി. എത്രയും പെട്ടെന്ന് വില്ലേജ് എത്തിയിട്ടൊന്ന് കിടന്നുറങ്ങട്ടെ. എനിക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കാൻ പോലും അവിടെ ഒരു സമയം കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ വെച്ച് തന്നെ ബെഡ് ഉണ്ടാക്കി അവിടെ തന്നെ കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു തോന്നുന്നു. സോംബികളൊക്കെ പോയെന്ന് തോന്നുന്നു. ഇവിടെ കാണിക്കുന്നു? ഇവരിപ്പോൾ തന്നെ കത്തിച്ചാവും. കണ്ട, സോംബികളൊക്കെ കത്തിച്ചാവും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ വെച്ചങ്ങ് നിർത്താം. അടുത്ത വീഡിയോയിൽ ഈ വീഡിയോയിൽ ചുമ്മാ കറങ്ങി തിരിഞ്ഞെടുക്കുമായിരുന്നു. അടുത്ത വീഡിയോയിൽ അയണും ഇതൊക്കെ കണ്ടുപിടിക്കുന്നതായിരിക്കും. ഓക്കെ.